ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാനായിട്ട് കഴിയുന്നത്. 5 ദർശനം ആമോസിൻ്റെ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 5 ദർശനവും ഇസ്രായേലിൻ്റെ ഭൂത വർത്തമാന ഭാവി കാലത്തെക്കുറിച്ചുള്ളതാണ്. വളരെ നിശിതമായ വിമർശനാത്മകമായ പ്രവചനങ്ങൾ ആമോസ് ഈ ജനത്തെ നോക്കി നടത്തിയതിന് അനന്തരമായി ഏറ്റവും അവസാന അധ്യായങ്ങളിലേക്ക്, അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ശുഭാപ്തികരമായ ചില പ്രതീക്ഷകൾ ഇസ്രായേൽ ജനത്തിന് പകരുന്ന നിലകളിലാണ് ആമോസ് തൻ്റെ പ്രവചനം അവസാനമായി എത്തിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ എഴുന്നേൽപ്പിക്കും. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ദാവീദിൻ്റെ വീണുപോയ കൂടാരമെന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? അതിൻ്റെ പിന്നിൽ വലിയൊരു പശ്ചാത്തലമുണ്ട്. ഈ പ്രവചനം ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മശികാ പ്രവചനമാണ്. ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നൊരു മേഖലയാണ് കൂടാരം എന്ന് പറയുന്ന അനുഭവം. കൂടാരം എന്ന് പറയുമ്പോൾ ബൈബിളിന് ഒരുപാട് അർത്ഥമുണ്ട്. ആലയത്തെ കൂടാരം എന്ന് പറയുന്നുണ്ട്, വീടിനെ കൂടാരമെന്ന് പറയുന്നുണ്ട്, ശരീരത്തെ കൂടാരമെന്ന് പറയുന്നുണ്ട്, നിത്യതയെ കൂടാരമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വിവിധ അർത്ഥതലങ്ങളിൽ ആലങ്കാരികമായിട്ട് പരിശുദ്ധാത്മ ഉപയോഗിച്ചിരിക്കുന്ന ചില കാര്യമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടാരമെന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സമാഗമന കൂടാരം. മരുഭൂമി നിലനിന്ന 40 വർഷത്തെ അവരുടെ ആരാധനയുടെ സ്ഥിരാകേന്ദ്രം. മോശ മുഖാന്തരം മലയിൽ വെച്ച് ദൈവം കൊടുത്തതായിരിക്കുന്ന അരുളപ്പാടിനെ പ്രതി അവരെല്ലാം ഒരുമിച്ച് ആരാധിക്കാൻ, സംഗമിക്കുവാൻ കൂടിയിരുന്നതായ ഒരു ആരാധന കേന്ദ്രമായിരുന്നു തകശുസോലുകൾ കൊണ്ട് വലിച്ചു കെട്ടിയ മനോഹരമായിരിക്കും സമാഗമന കൂടാരം. അതിനുള്ളിൽ ഇറങ്ങി വസിക്കുന്ന ദൈവത്തിൻ്റെ ഷെക്കേന, ദൈവത്തിൻ്റെ കൃപാസനം, അത് അവരുടെ അന്തരാത്മാവിൽ വളരെ അഭിമാനമായി, ആവേശമായി നിലനിന്ന ദൈവ മഹത്വത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായിരുന്നു സമാഗമന കൂടാരം. 40 വർഷമാണ് ഈ കൂടാരം മരുഭൂമിയിൽ മോശയുടെ നേതൃത്വത്തിൽ നിലനിന്നിരുന്നത്. മോശയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആ കൂടാരം പിന്നെ വിവിധ വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ശമൂവേലിലേക്ക് വന്നു, ഏലിയിലേക്ക് വന്നു. ഏലിയുടെ കാലഘട്ടമായപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ മഹിമയ്ക്കും മഹത്വത്തിനുമൊക്കെ വളരെ മങ്ങലേൽക്കുന്നത് പഴയ നിയമ പുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഏലിയുടെ കാലഘട്ടത്തിൽ കൂടാരത്തിന് മഹിമ നഷ്ടപ്പെടാൻ കാരണം ഏലിയുടെ കണ്ണ് മങ്ങിപ്പോയതാണ് കാരണം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഏലിയുടെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ കൂടാരത്തിന് മഹത്വം നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഏലിയുടെ കണ്ണടഞ്ഞു പോയതാണ് കാരണം. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ, വിളി ലഭിക്കപ്പെട്ടവൻ്റെ, ദർശനം ആസ്വദിച്ചിരുന്നവൻ്റെ, ആരാധിച്ചിരുന്നവരെ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരുന്നവരെ, അനുഭവിച്ചിരുന്നവരുടെ കണ്ണുകൾ അടഞ്ഞു പോയാൽ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ മഹത്വം പോയി പോകും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്നലകളിൽ കുടുംബത്തിൻ്റെ അകത്തലങ്ങളിൽ ആരാധന നിലനിന്നിരുന്നു. സ്തോത്ര സന്ധ്യ പ്രാർത്ഥനയും രാത്രി പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും കൊണ്ട് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു. ആ വീട്ടിലേക്കൊന്ന് കയറി ചെന്നാൽ പിന്നെയുണ്ടല്ലോ, അതുവരെയും അനുഭവിക്കാത്തൊരു സന്തോഷം അനുഭവിച്ചു എന്ന് പറയുന്ന 100 കണക്കിന് ആളുകളുടെ സാക്ഷ്യങ്ങളും കേൾക്കാനുണ്ടായിരുന്നു. ഇന്ന് ആ വീട്ടിൽ ചെന്നാൽ ശോകമൂകമായിരിക്കുന്ന അന്തരീക്ഷമാണ്. എന്താ അതിന് കാരണം? ഇരിക്കാൻ ഫർണിച്ചർ ഇല്ലാത്തത് കൊണ്ടല്ല, കുടിക്കാൻ ഡ്രിങ്ക്സ് ഇല്ലാത്തത് കൊണ്ടല്ല, കഴിക്കാൻ ആഹാരം ഇല്ലാത്തത് കൊണ്ടല്ല, കാറ്റിന് AC-യും ഫാനും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. മറിച്ച് എന്താ? ആത്മീയ കൂടാരമാകുന്ന ഭവനത്തിലെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരുടെ, ദർശനം കണ്ടിരുന്നവരുടെ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നവരുടെ കണ്ണടഞ്ഞു പോയതാണ് കാരണം. കണ്ണടഞ്ഞു പോയി. കാലത്തിൻ്റെ ഗതിവിഗതികൾക്കുള്ളിൽ ജീവിതത്തിനുണ്ടായ പരിവർത്തനത്തെ പ്രതി, സാമ്പത്തിക വർധനവിൻ്റെ സുഖ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കപ്പയും കാന്താരിയും കഴിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കൈയുടെ ഈ ഭാഗങ്ങളിൽ തഴമ്പ് പിടിച്ചിരുന്നു. കാരണം ഇങ്ങനെ കുത്തിയിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ. മുട്ടുകളിലും കാലുകളിലും തഴമ്പ് പിടിച്ചിരുന്നു. കണ്ണുകൾ എപ്പോഴും ചുവന്നു തുടിച്ചാണ് ഇരുന്നത്. കണ്ണുകൾ കലങ്ങിയിരുന്നെങ്കിലും, കവിൾ തുടുത്തിരുന്നുവെങ്കിലും, സ്വതന്ത്രം അതരം വിറച്ചിരുന്നുവെങ്കിലും, അകത്തളത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ ഒരു ഭൂതവും നിവർന്നു നിൽക്കുകയില്ലായിരുന്നു. അവർക്ക് മുമ്പിൽ പാപത്തിന്റെ ഒരു പ്രലോഭനവും ജയിക്കുകയില്ലായിരുന്നു. അവിടങ്ങളിൽ ആർക്കും അവർക്ക് അഭിമുഖീകരിച്ച് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ തലയെടുപ്പോടെ നിലനിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എത്ര ചവിട്ടി കുലുക്കിയിട്ടും, എത്ര നീട്ടി ശാസിച്ചിട്ടും, എത്രയധികം യേശുവിന്റെ നാമം പറഞ്ഞിട്ടും
സംഭവിക്കാതെ ബന്ധനത്തിൽ നിന്നും ബന്ധനങ്ങളിലേക്ക്, ശോകത്തിൽ നിന്നും അസ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ വഴിമാറാൻ കാരണം കൂടാരത്തിൽ നിന്നും ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. കൂട്ടത്തിൽ പാട്ടും കൂട്ടത്തിൽ ചാട്ടവും ഒക്കെ സഭയ്ക്കുള്ളിൽ നല്ലതാ, എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവ് ചോദിക്കുന്നു, വീട്ടിൽ നിനക്ക് പ്രാർത്ഥനയുണ്ടോ? വീട്ടിൽ നിനക്ക് ആരാധനയുണ്ടോ? വ്യക്തിപരമായ ജീവിതമായി നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടോ? നിന്റെ ആത്മീയ കണ്ണുകൾ പ്രകാശിതമാണോ? ഒരു പ്രവാചകന്റെയും ആവശ്യമില്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുമായിരുന്നു. ഇന്ന് കൂലിക്ക് പ്രവാചകന്മാരെ വിളിക്കാൻ എന്നാ കാരണം? ദൈവശബ്ദം നിന്നുപോയി, നിന്റെ കർണപുടങ്ങൾ അടഞ്ഞുപോയി, നിന്റെ കൂടാരവാതിൽക്ക് നിൽക്കുന്ന ദൈവത്തെ കാണാൻ കഴിയാതെ നിന്റെ കണ്ണടഞ്ഞുപോയി. ശമൂവേലേ ശമൂവേൽ എന്നുള്ള വിളി അവന് ഗ്രഹിപ്പാൻ കഴിയാതെ പോയതുപോലെ നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കാൻ നിനക്ക് മനസ്സില്ലാതെ പോയി. ഇന്നത്തെ സമൂഹത്തിന് രോഗസൗഖ്യം മതി, വ്യാജമായിരിക്കുന്ന വിടുതലിന്റെ പ്രഹസനങ്ങൾ മതി. പക്ഷെ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. അടിസ്ഥാനപരമായിരിക്കുന്ന ചില പുനർനിർമ്മാണം, ഒരു യഥാസ്ഥാപനമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പുറം പോച്ചുകളെ മാറ്റിവെക്കണം, വ്യാജങ്ങൾ മാറിപ്പോകണം, മടങ്ങിപ്പോയ ദൈവ സാന്നിധ്യം മടങ്ങി വരണം, വിട്ടുപോയ ദൈവ സാന്നിധ്യം കൂടാരത്തിലേക്ക് മടങ്ങി വരണം. എന്താ നിന്റെ തലമുറ ശരിയാകാത്തത്? നീ പ്രാർത്ഥിക്കുന്നത് പോലെ, പാടുന്നത് പോലെ, നിനക്ക് നിന്റെ വിശുദ്ധ ജീവിതം പോലെ, സഭയോടുള്ള പ്രതിബദ്ധത പോലെ നിന്റെ തലമുറ വരാത്തതിന്റെ കാരണം എന്താ? കണ്ണു മങ്ങിപ്പോയി. ദൈവമഹത്വം കൂടാരത്തിൽ നിന്ന് മറ്റുപോയി. ഏലിയുടെ മക്കൾ ഇന്ന് എവിടെയാ? കൂടാരത്തെ സൂക്ഷിക്കേണ്ട ഏലിയുടെ മക്കൾ വേറെ എവിടെയൊക്കെയോ. ഒടുവിൽ അത് സംഭവിച്ചു. അരുതാത്തത് പലതും. മരണത്തിൻ്റെ നിഴലിലേക്ക് അവർ വഴുതുമാറി. അത് കേട്ടറിഞ്ഞ ഒരു പുത്രൻ്റെ ഭാര്യ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പോയല്ലോ എന്ന് നിലവിളിച്ചതോടെ ആ കൂടാരത്തിലെ ദൈവസാന്നിധ്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. മോശയുടെ കൂടാരം ഒരു ഓർമ്മചിത്രമായി. ചരിത്രത്തിലേക്ക് പിന്നീട് ഒരിക്കലും മോശയുടെ കൂടാരം മടങ്ങി വന്നില്ല. പിന്നീട് വരുന്ന കൂടാരം ദാവീദിൻ്റെ കൂടാരമാണ്. 40 വർഷം ജനലക്ഷങ്ങളെ വഴി നടത്തിയ ദൈവത്തിൻ്റെ ശക്തനെ ഇറങ്ങി നിന്നിരുന്ന മോശയുടെ കൂടാരം ഒരു സ്മാരകമായി പോയി. ശത്രു സൈന്യം പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. ശമൂവേലിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയോടെ നാമാവിശേഷമായി. കാലഘട്ടങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ശൗൽ രാജ്യത്തിൻ്റെ പ്രഥമ രാജാവായി മുമ്പോട്ട് വന്നു. ആ രാജാവിന് ആലയത്തെ സൂക്ഷിക്കുന്ന കാര്യത്തിലല്ലായിരുന്നു ശ്രദ്ധ. സുഖലോലുപതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന, സുഖങ്ങൾ കണ്ടെത്തുന്ന ഒരു ജീവിത വ്യവസ്ഥയായിരുന്നു അയാളുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ആത്മീയ സമൂഹത്തിൻ്റെ അവസ്ഥ. ആമേൻ. ഭൗതിക നന്മകളുടെ വിളംബരം നടത്തുന്ന വേദികളായി ഇന്ന് സഭകളും കൺവെൻഷൻ സ്റ്റേജുകളും. ജനത്തിന് ദൈവസാന്നിധ്യം വേണ്ട, സുഖം മാത്രം മതി, നേട്ടങ്ങൾ മാത്രം മതി. അമ്പരച്ചോട്ടിൽ എങ്ങനെ മഹത്വത്തോടെ ജീവിക്കാം, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ എങ്ങനെ സാമ്പത്തിക ഭദ്രതകൾ നേടി ഇങ്ങനെ നിൽക്കാം എന്ന ഒരു ചിന്ത മാത്രമുള്ള പ്രവചനത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും പ്രാർത്ഥനയുടെ കേളി കേന്ദ്രമായി തീർന്നു ഇന്നത്തെ സഭകൾ. ദൈവം തന്ന ദർശനത്തിനാണ് വിടതും മാറിപ്പോയേക്കരുത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലും പ്രലോഭനങ്ങളിലും ഭീഷണികളിലും പെട്ടൊന്നും പോകരുത്. അടിസ്ഥാനമിട്ടത് ദൈവമാണ്. ദൈവത്തിന് വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. വീണുപോയ കൂടാരത്തെ എഴുന്നേൽപ്പിക്കുന്ന മഹത്വം തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന നിലകളിൽ ദൈവം തൻ്റെ ശക്തികൾ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ആലയത്തെ സൂക്ഷിക്കേണ്ട ശൗൽ ആലയത്തെ സൂക്ഷിക്കാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിച്ചതുകൊണ്ട് ശത്രു പടക്കൂട്ടം വന്ന് പെട്ടകം എടുത്തുകൊണ്ട് പോകുകയാണ്. പെട്ടകം പിടിക്കപ്പെട്ടു. പിന്നീട് വരുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ദാവീദാണ്. ദാവീദിന് പെട്ടകത്തിൻ്റെ മഹിമയും അതിൻ്റെ അനുഭവങ്ങളും ഏറെയുള്ളതുകൊണ്ട് നശിച്ചു പോകുന്ന പെട്ടകത്തെ, പിടിക്കപ്പെട്ടിരിക്കുന്ന പെട്ടകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം, ആഗ്രഹം, ആത്മഭാരം
അയാളെ നിർബന്ധിതനാക്കിയതുകൊണ്ട് സിയോനിലേക്ക്, തൻ്റെ കോട്ടയിലേക്ക്, തൻ്റെ രാജ്യത്തിലേക്ക് പെട്ടകത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്നതിന് മുമ്പ് അത് വെക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ഓബേദേദോമിൻ്റെ വീട്ടിലാണ് 3 മാസം പെട്ടകം കൊണ്ട് വെച്ചത്. ദൈവത്തിന് ഇറങ്ങി വന്ന് വസിക്കാൻ ഒരു സ്ഥലമില്ലാതെ പോയി. മോശയോട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന് വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു ആലയം പണിയുക. അങ്ങനെയാണ് സമാഗമന കൂടാരം പണിതത്. ഇന്ന് ദൈവം തെരുവിൽ നിൽക്കുന്നു. സങ്കടമുണ്ടോ? സങ്കടം. ദൈവം തെരുവിൽ നിൽക്കുകയാണെന്ന്, നീ മട്ടുപാവിൽ കിടക്കുകയാണെന്ന്. ദൈവത്തിന്റെ പേരിൽ നീ സമ്പാദിച്ചു, പ്രവചിച്ചും പ്രസംഗിച്ചും പ്രാർത്ഥിച്ചും പലതും കാണിച്ച് നീ സമ്പാദിച്ചു. അപ്പോൾ നിന്നെ നീ ആക്കി തീർത്ത ദൈവം തെരുവിൽ നിൽക്കുന്നു. ആത്മഭാരമുള്ള ദാവീദ്, ആടിന്റെ ചൂരും മണവുമുള്ള ദാവീദ്, ദൈവം മാത്രം ആശ്രയമായിരുന്ന ദാവീദ്, സിംഹവും കരടിയും അലറിപ്പാഞ്ഞു വന്നപ്പോൾ അതിനെ വലിച്ചു കീറാൻ അധികാരം കൊടുത്ത ദൈവത്തിന്റെ കൃപ അനുഭവിച്ച ദാവീദിന് തെരുവിൽ നിൽക്കുന്ന ദൈവത്തെ കണ്ട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ലെന്ന്. ഇതിന് ആത്മഭാരം എന്ന് പറയുന്നത്. സ്വന്തം കാര്യം ചിന്താവ എന്നുള്ളതല്ല ആത്മീയന്റെ ലക്ഷണം. അതല്ല കർത്താവ് പഠിപ്പിച്ചത്. നിന്നെ തല്ലാനും കൊല്ലാനും വരുന്നവന് വിശക്കുന്നുവെങ്കിൽ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ച പ്രമാണമാണ് വിശ്വാസത്തിന്റെ പ്രമാണം. അപരനെ കാണാൻ കഴിയാത്തവൻ, തെരുവിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ കഴിയാത്തവൻ എങ്ങനെ ആത്മീയനാകും? അവന്റെ പാട്ട് ദൈവം എങ്ങനെ കേൾക്കും? അവന്റെ പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കും? അവന്റെ അന്യഭാഷ ശരിയാണോ? പെട്ടകം വെക്കാൻ ഇടമില്ലാതെ, ഗത്യന്തരമില്ലാതെ നട്ടം തിരിഞ്ഞ ദാവീദ് സുഹൃത്തായിരിക്കുന്ന ഓബേദേദോമിനോട് ചോദിച്ചു, പെട്ടകം ഒന്ന് വെച്ചോട്ടെ. ആ നല്ല മനസ്സിന്റെ ഉടമ അതിന് അനുവാദം കൊടുത്തു. അതോടെ അവന്റെ കുലം അനുഗ്രഹിക്കപ്പെട്ടു. 3 മാസം 90 ദിവസം മാത്രം ഒരു അനുവാദം കൊടുത്ത ഓബേദേദോമിന്റെ ചരിത്രം ബൈബിളിലേക്ക് വന്നെങ്കിൽ നല്ല മനസ്സോടെ ചെയ്യുന്നവനെയും അവന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. കൂടുതലൊന്നും ചെയ്യണ്ട. ഒരു നല്ല മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ഇല്ലായ്മകളിലും നിന്റെ വല്ലായ്മകളിലും നിന്റെ പരിതാപകരമായ അവസ്ഥകളിൽ ദൈവത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ടല്ലേ നിന്റെ തലമുറകളും നീയും അനുഗ്രഹിക്കപ്പെട്ടത്. അല്ലേ മറന്നു പോകരുത്. ആ ദൈവം വീണ്ടും നിന്നെ മാടി വിളിക്കുകയാണ്. ആമേ, തുറന്ന മനസ്സോടെ ദൈവത്തിനിരിക്കാൻ ഇടം കൊടുക്ക. ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വാ. കുടുംബങ്ങൾ യഥാസ്ഥാപനപ്പെടട്ടെ. ഇറങ്ങിപ്പോയ പെട്ടകം വീട്ടിലേക്ക് മടങ്ങി വരട്ടെ. ആലയത്തിലേക്ക് മടങ്ങി വരട്ടെ. അനുഗ്രഹത്തിന്റെ പെട്ടകത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദൈവ മഹത്വത്താൽ വീട് ശോഭിക്കട്ടെ. പെട്ടകത്തിന്റെ മഹിമ തിരിച്ചറിയാതെ അതിനെതിരെ കൊഞ്ഞനം കുത്തിയ ഏലിയും കുടുംബവും തകർന്നു പോയപ്പോൾ പെട്ടകം വെക്കാനുള്ള സ്ഥലപരിമിതി പോലുമില്ലാത്ത ഓബേദേദോം ഉള്ള സ്ഥലം അതിന് വിട്ടുകൊടുത്തതുകൊണ്ട് ഒരു കുടുംബം നശിച്ച സ്ഥാനത്ത് ഒരു കുടുംബം രക്ഷപ്പെട്ടു. ഒരു തലമുറ ഇല്ലായിടത്ത് മറ്റൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആമേ, തലമുറകൾ എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ള ഒരു തലമുറ, അധികാരമുള്ള ഒരു തലമുറ, കൃപയുള്ള ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. യെസ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആമേ, തലമുറകൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പിതാക്കന്മാരെ നിങ്ങൾ ഇനിയും വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് MD-യും MTH-ഉം എടുത്തത് കൊണ്ടല്ല, ഡോക്ടറേറ്റും LLB-യും എടുത്തത് കൊണ്ടല്ല, നേഴ്സിംഗ് പഠിച്ചത് കൊണ്ടല്ല, എയർഫോഴ്സിലേക്ക് പോയത് കൊണ്ടല്ല, ഏവിയേഷൻ കോഴ്സ് എടുത്തത് കൊണ്ടല്ല. പെട്ടകം നിന്റെ വീട്ടിലുള്ളത് കൊണ്ട് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. വീണുപോയ, മഹത്വം പോയ മോശയുടെ കൂടാരത്തിന് പകരം ദാവീദിന്റെ കൂടാരം സിയോനിൽ ഉയർന്നു പൊങ്ങി. ദാവീദിന്റെ കാലഘട്ടമൊക്കെയും അവിടെ സുതാര്യമായ നിലകളിൽ ആത്മീയ ശുശ്രൂഷകൾ നടന്നു പോകുന്നു. പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചു.
ആലയത്തെ ശുശ്രൂഷിക്കാൻ എല്ലാവരും തിരക്ക് കൂട്ടി. ആരാധന യഥാസ്ഥാപനപ്പെട്ടു. വലിയ ദൈവമഹത്വം അവർ അനുഭവിച്ചു. ആത്മീയ ചൈതന്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ആ കാലപരിധികളുടെ ആ പ്രതിസന്ധികളെ, ആ തിരക്കുകളെ പരിഹരിക്കാൻ ആമേൻ ദാവീദ് രാജാവ് കൂറിൻ്റെ ക്രമപ്രകാരം ഒരു ശുശ്രൂഷ വൃന്ദത്തെ പോലെ ഒരുക്കേണ്ട ഗതിക്ക് വന്നു.